பூக்கள் பூக்கும் தருணம் மாறுயிரே பார்த்ததாருமில்லை. புலரும் காலை பொழுதை முழுமதையும் பிறந்த போவதில்லையே. நேற்று வரை நேரம் போகவில்லை, உனதருகே நேரம் போகவில்லை. எதுவும் பேசவில்லை, இன்றேனோ எதுவும் தோன்றவில்லை. இது எதுவோ യേശു, നീ ഇന്നെങ്കിലും ജോ ആയിട്ട് സംസാരിക്കണം. ഞാൻ ഇത് നിന്നോട് ഒരാഴ്ചയല്ലേ പറയുന്നു. ആ ജയിക്കേ, പക്ഷെ എനിക്കൊരു അവസരം കിട്ടണ്ടേ, അല്ലാതെ ഞാൻ അവളോട് എങ്ങനെ ചോദിക്കാനാ? അല്ല, നീ ഇതെങ്ങോട്ട് ഒരുങ്ങി കെട്ടി? അതൊന്നും ചോദ്യാ, ഇന്ന് ക്ലാസ്സിൽ പോണ്ടേ? ഇന്ന് സൺഡേ അല്ലേ? എടി പൊട്ടിയത് ഇന്നലെ ആയിരുന്നു സൺഡേ, ഇന്ന് മൺഡേയാ. അപ്പൊ സമയം എത്രയായി? 8 മാറിക്കേ, ഞാൻ പോയി ഒരുങ്ങട്ടെ. എന്നാ നീ വേഗം പോയി റെഡി ആയിക്കോ, ഞാൻ പുറത്തുണ്ടാവും. അമ്മേ, ജോ എവിടെ? അടുക്കളയിലുണ്ട്, ചൈത്രമ്മയുടെ കൂടെ. എന്നാ പിന്നെ ഞാൻ ഒന്ന് അവിടെ വരെ പോയിട്ട് വരാം. നിനക്ക് വടക്കൊന്നുമില്ലേ ചൈത്രേ? ഒന്നല്ലേ നീ ഇവിടെ അടങ്ങിയിരിക്കുക, അല്ലെങ്കിൽ സഹായിക്കുവാണെങ്കിൽ മര്യാദക്ക് സഹായിക്കുക. എനിക്കിതൊന്നും അറിയില്ലാത്തോണ്ടല്ലേ, എടുത്ത് ചെയ്യുന്നത് നോക്കി പഠിക്കാനാ ഞാൻ ഇങ്ങോട്ട് വന്ന്. പിന്നെ ഞാൻ വെക്കേഷനാ, അതുകൊണ്ട് വർക്കില്ല. ശരി. ആഹാ, ഏട്ടത്തിയാ നാത്തോനും കൂടെ അടുക്കളയിൽ എന്താ പരിപാടി? തുണി അലക്കുക. അടുക്കളയിൽ ആരെങ്കിലും തുണി അലക്കോ? അപ്പൊ അടുക്കളയാന്നറിയാലോ. ഇവരെന്ത് ചോദ്യച്ചായിട്ടാ ചോദിക്കണേ? ഇവിടെ കുക്കിംഗ് അല്ലാണ്ട് ജോലി ചെയ്യാൻ പറ്റുമോ? അതേലേ, നീ എന്നെ കളിയാക്കിയതാന്ന് എനിക്ക് മനസ്സിലായതേയില്ല. അതാ ഏട്ടനെന്താ ഇവിടെ? എന്താ വേണ്ടത്? ഈ ശരീരത്തെ നോക്കി വന്നാണെങ്കിൽ ഏട്ടത്തി ഇവിടെ ഇല്ല, മുറിയിലിട്ട് പോയാർന്ന്. എല്ലാടി, ഞാൻ ജോന അന്വേഷിച്ചു വന്നതാ. എന്നെയോ? എന്താ ചേക്കേ? ഏട്ടൻ നിന്നോട് ചീഫ് മാനേജറായിട്ട് കമ്പനിയിലോട്ട് ചെല്ലാൻ പറഞ്ഞു. ചീഫ് മാനേജറോ? അതിനെനിക്ക് എക്സ്പീരിയൻസ് ഒന്നുമില്ലല്ലോ, എനിക്കാണ് ഇതിനെ പറ്റി ഒന്നും അറിയത്തുമില്ല. ആയിരുന്നു. ചേട്ടൻ പറഞ്ഞു ചേട്ടന്റെ ഓർഡർ നമ്മൾ കേൾക്കേണ്ടതാണ്, പിന്നെ ചേട്ടന്റെ വൈഫ് എന്ന രീതിയിൽ നിനക്ക് MD സ്ഥാനം തരേണ്ടതാണ്. വൈകാതെ പെട്ടെന്ന് ചില ചേട്ടനും വൈകുന്നവരെ ഒട്ടും ഇഷ്ടമല്ല. പിന്നെ ജോ, ഇന്നലെ ഏട്ടൻ ഡൽഹിയിൽ നിന്ന് വന്നായിരുന്നു, ഇന്ന് കമ്പനിയിലോട്ട് വരും. നീ ഏട്ടൻ വന്നോ? എന്താ കൊഞ്ചു? അങ്ങനെയൊന്നുമില്ലടാ, നിനക്ക് തോന്നുന്നതാ. ഞാൻ എന്തായാലും കമ്പനിയിലോട്ട് പോട്ടെ, നീ ഇതൊക്കെ എടുത്ത ടേബിളിലോട്ട് വെക്കാം. ഓക്കേ. അമ്മേ, അച്ഛാ, ഞങ്ങൾ ഇറങ്ങുവാ. അമ്മേ, ചേച്ചി പോയാ? മോളെ, കുറച്ചു മുമ്പ് ഇറങ്ങിയുള്ളൂ. എന്തായിരുന്നു? അയ്യോ, ഞാനാണെങ്കിൽ കുറച്ച് ലേറ്റായി, അവരിവിടെ പോവാന്ന് വെച്ചിരിക്കായിരുന്നു. ഞാൻ കൊണ്ടുവരാം ജോ, വാ, ഞാൻ കൊണ്ടുവരാം. താങ്ക് യു പറഞ്ഞിട്ട്. സൂക്ഷിച്ചു പോയാ? അയ്യോ പോലെ, ഞാനും ഉണ്ട്. എന്നാ പെട്ടെന്ന് പാടി.
താങ്ക്സ് അരുണേട്ടാ. പിന്നെ ബൈ അരുണേട്ടാ. ബൈ കുഞ്ചു. ഇതൊക്കെ എന്താ ജോ? താങ്ക്സ് ഒന്നും വേണ്ട. നീ ടൈം കളയാതെ ചെല്ല, അകത്തേക്ക് പോ. വൈകിട്ടതി എന്നാ നമുക്ക് പോയാലോ? പിന്നെന്താ, പോവാം. യേശു, നമുക്ക് വീട്ടിലോട്ട് പോവാം. ഓ അതെന്താ? ഇന്ന് അമ്മയും അച്ഛനും വരുന്നുണ്ടേ. ആ എന്നാ ഞാനും വരാം. ഇവിടെ വന്നിട്ട് കൊറേ ആയില്ലേ. എന്നാ പിന്നെ ഈവനിങ് എല്ലാവർക്കും ഒരുമിച്ച് പോവാം. ആ ഓക്കെ. അപ്പൊ ജോ വരുമോ? അമ്മ വരുന്നുണ്ടെന്നറിഞ്ഞ അവൾ എന്തായാലും വരും. അത് ശരിയാ. എന്തായാലും മിസ്സസ് ക്ലാസ്സിലോട്ട് പൊയ്ക്കോളൂ. ഞാനല്ല സ്റ്റുഡന്റ്, നീയാ. ഗോ ടു യുവർ ക്ലാസ്സസ് മിസ്റ്റർ ഹസ്ബൻഡ്. ഞാൻ സ്റ്റാഫ് റൂമിലേക്ക് പോവാം കേട്ടോ. ആയിക്കോട്ടെ മിസ്സസ്. Yes, ma'am. How can I help you? ഞാനിവിടെ പുതുതായിട്ട് ജോയിൻ ചെയ്യാൻ വന്ന എംപ്ലോയി ആണ്. Oh, your name, please? ജോഷിക കിഷോർ. ഈ പേര് ന്യൂ കമേഴ്സ് ലിസ്റ്റിലില്ലല്ലോ. സൂക്ഷിച്ചു നോക്കാം, അവിടെ തന്നെ കാണും. സോറി മിസ്, നിങ്ങളുടെ നെയിം ഇതിലില്ല. നിങ്ങൾക്ക് കമ്പനി മാറിപ്പോയതായിരിക്കും. പിന്നെ നിങ്ങളുടെ ഈ കോലൊക്കെ കണ്ടിട്ട് BK കോർപ്പറേഷനിൽ വർക്ക് ചെയ്യാനാണ് സ്റ്റാൻഡേർഡ് ഒന്നും ഞാൻ കാണുന്നില്ല. സോ പ്ലീസ് ടേക്ക് യുവർ ലീവ്. മിസ്, എന്റെ യോഗ്യത എന്താണെന്ന് നീ ബോധിപ്പിക്കേണ്ട കാര്യമുള്ളൂ. ഹലോ, എക്സ്ക്യൂസ് മീ. ഇവിടെ നിന്ന് ചായക്കാതെ പുറത്തേക്ക് പോവേ, അല്ലെ ഞാൻ സെക്യൂരിറ്റിയെ വിളിക്കും. ഇത് ലോക്കലായിട്ടുള്ളവർക്ക് കയറി ഇറങ്ങി നടക്കാനുള്ള സ്ഥാപനമൊന്നുമല്ല. എന്താ എന്താ ഇവിടെ? സാർ, ഈ ലേഡി എവിടെ നിന്നോ കയറി വന്നിട്ട് ഇവിടെ കിടന്ന് വെറുതെ പ്രശ്നം ഉണ്ടാക്കുക. ഞാനല്ല. ആര്? ഈ ലേഡിയോ? ആർ യു മാഡ് സ്നേഹ? ഈ മാം ആരാന്ന് നിനക്ക് അറിയോ? എന്താ അവിടെ? അതൊന്നുമില്ല സർ, ജസ്റ്റ് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. ഇന്നത്തെ ഷെഡ്യൂളായിട്ട് ക്യാബിലിറ്റി പോലെ ചെയ്യും. ഓക്കെ സർ. മാം വാ, മാമിന്റെ ക്യാബിൻ ഞാൻ കാണിച്ചു തരാം. സാർ, ഇവരുടെ പേര് ന്യൂ കമേഴ്സിന്റെ ലിസ്റ്റിലല്ലോ. സ്നേഹ, ഷീസ് അവർ ന്യൂ ചീഫ് മാനേജർ. മനസ്സിലായോ? മാം വാ. മാം, ഇതാണ് മാമിന്റെ ക്യാബിൻ. പിന്നെ ഈ ഫയൽസ് സർ മാമിനെ ഏൽപ്പിക്കാൻ പറഞ്ഞു. ചെക്ക് ചെയ്തിട്ട് സാറിന്റെ ക്യാബിനിലേക്ക് കൊണ്ടുപോരെ. ക്യാബിൻ 3rd ഫ്ലോറിലാണ്. ഓക്കെ? താങ്ക്സ് സർ. ഓക്കെ മാം. Yes, coming. Yes, Joshia. നീയേട്ടാ അത്? It's office, Joshia. So be professional, not personal. ഓ സോറി സർ, ഇതൊക്കെയാണ് സാറ് വന്ന ഫയൽസ്. നിനക്ക് സാറിന്റെ സേവനായിരുന്നു. You can leave. താങ്ക് യു സർ. അപ്പൊ ഇങ്ങനെ പോയല്ലേ? എന്താ മോനെ, ഭാര്യ ഇഷ്ടാന്ന് പറഞ്ഞപ്പോഴത്തേക്കും വീട്ടിൽ പോകാൻ തടുക്കാറിയാണ്. ഓ, നീക്ക് എപ്പോഴും മനസ്സിലായി പോലും എന്റെ അവസ്ഥ. പോടാ പോടാ. ഇത്രയും നേരം എവിടെയായിരുന്നു?
അതോ അത് ഞാൻ മഹിളയായിട്ട് സംസാരിച്ചിരിക്കും. കയറി വീട്ടിൽ പോവാം. അമ്മ വിളിച്ചിട്ടുണ്ടായി, അവര് ഉച്ചയ്ക്ക് എത്തിയത്. നമുക്ക് പെട്ടെന്ന് വീട്ടിൽ പോവാം. മക്കൾ വന്നോ? നമ്മൾ എന്തായാലും വീട്ടിലോട്ട് പോവാം. കുറച്ച് മുന്നേ പറ്റിട്ടുണ്ട്. ഇപ്പൊ വിളിച്ച് പറഞ്ഞായിരുന്നു. മക്കളെന്നെ പോയി റെഡിയാവും. അമ്മ കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്കാം. പിന്നെ ജോ വന്നിട്ടതേ പോവുള്ളൂ. ജോ വരുന്ന ഉറപ്പാണ്. അറിയില്ല. ഈ സാർ എന്തിനാ ജോഷിക മാമിന്റെ ക്യാബിലേക്ക് പോകുന്നത്? ഒന്നും കേറിയില്ല. അപ്പത്തേക്ക് അവളുടെ തനി സ്വഭാവം പുറത്തെടുത്തു ഓടണം. അത് കണ്ട എന്താ ഇന്നസെന്റ്? ജോഷിക ആ പോവാം. ഇന്ന് അച്ഛനമ്മ വന്നിട്ടുണ്ട്. അത് ഇപ്പൊ ഇന്നൊരു ഉച്ചയായപ്പോ. ഓക്കെ. നിന്റെ എല്ലാ സാധനങ്ങളും എടുത്തിട്ട് താഴേക്ക് പോരെ. ഞാൻ കാറിന്റെ അടുത്തുണ്ടാവും. എന്താ അവിടെ? നിങ്ങൾക്ക് ആർക്കും വർക്കില്ലേ? കംപ്ലീറ്റ് ആക്കാനുള്ള വർക്കെല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ട് വീട്ടിൽ പോകുന്നത്. Let's go, Joshua. നോക്കി അവള് വ്യാൻസാറിന്റെ കൂടെ വ്യാൻസാറിന്റെ കാറിൽ കയറി പോകുന്നു. നിങ്ങൾക്ക് ഇത്ര ധൈര്യം. എന്തായാലും അലീന വരട്ടെ. അപ്പോഴേ ജോഷിക്ക് അവള് കൊടുത്തോളും പണി. എന്താ പറയാതെ പോയെ? ഞാൻ ഇന്നലെ നൈറ്റ് വന്നു. പിന്നെ അതമ്മ പെട്ടെന്നൊരു കോള് വന്നപ്പോ പോയതാ. പറയാൻ പറ്റിയില്ല, അർജന്റ് മാറ്റർ ആയിരുന്നു. എന്നാ ഞാൻ പോയി ഫ്രഷ് ആവട്ടെ. ഇന്ന് വീട്ടിൽ പോകുന്നല്ലേ? ഇഷ്യൂവും ചിത്തും പറഞ്ഞായിരുന്നു. എന്നാ മോള് പോയി റെഡി ആവ്, ലേറ്റ് ആവാതെ. ഞങ്ങൾ ഇന്നാ ഇറങ്ങുക, പോയിട്ട് വരാം. അല്ലേലും അത് അങ്ങനെയില്ലേ. നീ വാ. അമ്മ ആഹാ, എല്ലാരും ഉണ്ടല്ലോ. ഇന്ന് തന്നെ എന്താ മക്കളെ വന്നേ? നാളെ വന്നാ പോരായിരുന്നു? അമ്മ വന്നെന്ന് പറഞ്ഞപ്പോ തന്നെ മനസ്സ് പറഞ്ഞ് ഇങ്ങോട്ട് അതിന് അത് ശരി. അപ്പൊ എന്റെ പെൺമക്കൾക്ക് ഈ അച്ഛനെ വേണ്ട അല്ലേ? അങ്ങനെ എന്താ അച്ഛൻ? മരുമക്കളെ കിട്ടിയതൊരു സ്വന്തം മക്കളെ വേണ്ടാണ്ടായി. എടാ വേണ്ട നീ. ഇന്ന് കഴിച്ചായിരുന്നോ? അമ്മ കഴിച്ചിട്ട് നിങ്ങളെല്ലാവരും സംസാരിച്ചിരിക്കും. ഡ്രൈവ് ചെയ്തതിന്റെ നല്ല ക്ഷീണമുണ്ട് എനിക്ക്. ഞാൻ പോയി ഒന്ന് കിടക്കട്ടെ. ആ മോനെ, എന്നാ മോൻ പോയി കിടന്നോ.
ആ ഞാനും പോവാൻ പറയില്ല. അമ്മ സംസാരിച്ചില്ല. ഒരുപാട് ലേറ്റായില്ലേ? അമ്മ അച്ഛനും പോയി കഴിഞ്ഞു. ആ മക്കളെ, നിങ്ങളും പോയി കിടക്കാൻ നോക്ക്. ചെല്ലേ. എന്താ ചേച്ചി? എനിക്ക് നിനക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ. എന്തിനാ ചേച്ചി നമ്മുടെ ഇടയ്ക്ക് ഒരു ഫോർമാലിറ്റി? ചേച്ചി എന്താണെന്ന് വെച്ച് ചോദിച്ചോ. ആ അതൊന്നും ചേച്ചി അങ്ങനെ ചോദിച്ചു. ഞാൻ ഉച്ചയാണ്. എന്തിനാണ് ചേച്ചിയോട് പറയുന്നത്? ഞാൻ ചെറുപ്പം കണ്ടു പറയുന്നത്. ചേച്ചി അത് ചേച്ചി എനിക്ക് ഇഷ്ടമാണ്. ചേച്ചി അത് ഞാനും ചേച്ചിയും തമ്മിൽ ചേച്ചിക്ക് അതിനെ പറ്റി അറിയുമോ? വിഷയം മാറ്റാണ്ട് കാര്യം പറ. വീടും വിഹാരം തമ്മിലുള്ള വിഷയം എന്താണ്? എനിക്ക് ചേച്ചിക്ക് ഇപ്പോൾ ഇഷ്ടമാണ്. ഞാനും വിഹാരം തമ്മിൽ വലിയ പ്രശ്നമൊന്നുമില്ല. എനിക്ക് ചേച്ചിയാണ് ഇഷ്ടമല്ല. അതെല്ലാ ദിവസവും ഞങ്ങൾ എഴുതുന്നത്. ഓക്കെ, പിന്നെ എന്തിനാണ് നീ വിഹാനോട് ഡിവോഴ്സ് ചോദിച്ചത്? അതെല്ലാം തന്നെ ചേച്ചിക്കിടയും എന്നോട് ചേച്ചിയാ പറഞ്ഞു. അത് മാത്രമല്ല ചേച്ചിയോട് പറഞ്ഞു. ഇത് ചേച്ചി ഞാൻ ഒരു ബിസിനസ് പാർട്ടിക്ക് പോയതായിരുന്നു. അന്നെന്താ ഒരു ജ്യൂസ് വെച്ചു. അതിൽ ചേച്ചിക്കറിയോ, ബിയേഡിനെ ഒരുപാട് ഇഷ്ടമാണ്. അതുപോലെ തന്നെ എനിക്കും ഒരുപാട് ബിയേഡിനെ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ബിയേഡിനെ ഡിസൈഡ് ചെയ്യുന്നില്ല. ഞാൻ എന്നെപ്പോലെ ഒരാളെ ബിയേഡിനെ ചെയ്തില്ല. നമ്മൾ സംസാരിച്ച തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ നിങ്ങളുടെ ഇടയ്ക്ക്. ചേച്ചിക്കറിയോ, ഈ ഒരാഴ്ച ഞാൻ എന്നെ കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ എന്നെ കണ്ടപ്പോൾ ഞാൻ ഒരുപാട് ഹാപ്പി ആയിരുന്നു. ബിയേഡിനെ എന്നോട് സംസാരിക്കാൻ വരുമ്പോഴേക്ക് ഒരുപാട് മാറി. അത്രയധികം ഞാൻ മനസ്സിനെ വേദനിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് എന്റെ ബിയേഡിനെ കെട്ടിപ്പിടിച്ച് പറയാം. ഐ ലവ് യു. നിങ്ങളെ അച്ഛനാകും പോലെ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് ബിയേഡിനെ കെട്ടിപ്പിടിച്ച് പറയണം. ഇപ്പൊ എന്താ പറഞ്ഞു? അല്ല, ചേച്ചി കേൾക്കണം. എന്റെ വിഷമം ഞാനിപ്പോ പറഞ്ഞിട്ട് കേട്ടാ സത്യം പറയാൻ പ്രഗ്നന്റ് ആണ്. ഞാൻ ചോദിച്ചിട്ട് കേട്ടില്ല. പ്രഗ്നന്റ് ആണ്. അതെ, ഞാൻ പ്രഗ്നന്റ് ആണ്. വിഹാനോട് പറഞ്ഞില്ലേ ചേച്ചി ബിയേഡിനെ കുട്ടികളുടെ ബന്ധങ്ങളാണ്. ഇത് ഭയങ്കര ഹാപ്പി ആയിരിക്കും. നീ അവരോട് പറ. പക്ഷേ ചേച്ചി അത് ഞാൻ പറയില്ല. അതെങ്ങനെ ശരിയാവും ചെയ്യും? നിങ്ങളെല്ലാം കേട്ടു. ഇങ്ങനെ വീട്ടിലേക്ക് മറച്ചു നോക്കിയാൽ മതി. പ്രഗ്നൻസിയുടെ കാര്യം ആദ്യം അറിയേണ്ട ജോബാണ്. അത് ഏറ്റവും കൂടുതൽ അവകാശമുള്ള ജോബ് തന്നെയാണ്. നീ പറയുന്നത് അത് ഞാൻ പറഞ്ഞു. വേണ്ട, ഞാൻ പറഞ്ഞോളാം. നീ നാളെ മുതൽ ഇനി ഓഫീസിൽ പോകണ്ട. ഞാൻ ഇന്നലെ ജോയിൻ ചെയ്തല്ലോ. നീ ആരാന്ന് അറിയിച്ചോ? നീ കമ്പനിയുടെ ഓണറിന്റെ വൈഫാണ്. അപ്പൊ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ തന്നെ നിന്നോട് പോകണ്ടെന്ന് പറയും. നീ എന്നാ പോയി റെസ്റ്റ് എടുത്തോ. വിഹാനോട് പറയാൻ മറക്കരുത്. ഞാനിന്ന് വളരെ ഹാപ്പിയാണ് ജോ. ഞാനും. പിന്നെ ഇന്നത്തെ എനിക്ക് കിട്ടിയില്ല കേട്ടോ. എന്ത്? അറിയില്ല. ഇല്ല. ഇങ്ങോട്ട് പാടി. ആ ജോ, ഇതിൽ സൈൻ ചെയ്യാ. എന്താ ഇത്? നീ ചോദിച്ചത് തന്നെയാ.
ഡിവോഴ്സ് പേപ്പേഴ്സ്. എന്ത്